ചൂരൽമലയെ വിഴുങ്ങിയ ഉരുൾപൊട്ടലിന് മുമ്പ് പ്രകൃതി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ചൂരൽമല സ്വദേശി സഞ്ജയും ദിനേശനും. മാറണോ വേണ്ടയോ എന്ന രണ്ട് ചിന്തയുമായി നിന്നവരുടെ ജീവൻ ഇരച്ചെത്തിയ ഉരുൾപൊട്ടൽ കവർന്നു കളഞ്ഞു. മുന്നിൽ കണ്ട പരമാവധി അയൽവാസികളെ രക്ഷിച്ച ഈ ചെറുപ്പക്കാർ ദുരന്തത്തിൻ്റെ മരവിപ്പിലാണ് ഇപ്പോഴും. ചൂരൽമലയിലാണ്. വെള്ളാർമല സ്കൂളിന് പുറകുവശത്താണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒന്നും വീടുകളൊന്നുമില്ല. അവശേഷിക്കുന്ന ചില വീടുകളുണ്ട്. അവശേഷിക്കുന്നതെന്ന് പറയാൻ വിരലിലെണ്ണാവുന്നത്. ചിലതൊക്കെ എടുത്തു പോയിട്ടുണ്ട്, പൂർണ്ണമായി എടുത്തു പോയിട്ടുണ്ട്. ഇത് കാണുന്നതൊരു വീടാണ്. ആ വീട്ടിലെ ഗൃഹനാഥനാണ് ദിനേശേട്ടൻ. ദിനേശേട്ടൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ നോർമലി സാധാരണ കിടന്നുറങ്ങി ഒരു 1:45 ആകുമ്പോൾ ഒരു 1:45-1:30 ശേഷമുള്ള സമയത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം. എൻ്റെ വീടിൻ്റെ ഇതായിരുന്നു. മുറ്റത്ത് കൂടെ എൻ്റെ ബൈക്ക് മുറ്റത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് പോകുന്നത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതിലേക്ക് ഇടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എണീച്ചിട്ട് പിന്നെ അപ്പോൾ കറണ്ടില്ലായിരുന്നു. മൊബൈലെടുത്ത് പിന്നെ അനിയനെ വിളിച്ചു. അനിയൻ എങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ മൊത്തം ബ്ലാങ്കായി കിടക്കുന്നു. പിന്നെ അപ്പുറത്ത് അളിയൻ്റെ വീടുണ്ട്, അവിടുന്ന് അവരെയും വിളിച്ചു. അപ്പുറത്ത് ആ മേലൊരു വീട്ടിലുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് സേഫാക്കിയപ്പോൾ ഇവിടെ തൊട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ആൾക്കാർ അലമുറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം പരമാവധി ഞാനും എൻ്റെ സുഹൃത്തായ സഞ്ജുവും പിന്നെ വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയും എല്ലാം കൂടി അവരെ പരമാവധി അങ്ങോട്ടാക്കി. പിന്നെയും അവിടെ സേഫ് അല്ല തോന്നി, വീണ്ടും അങ്ങോട്ടേക്ക് മേലോട്ട് കയറി. അവിടെ നിന്നും രണ്ടാമത്തെ പൊട്ട് വന്നപ്പോഴത്തേക്കും വീട് പോയി തോന്നി. പിന്നെ നേരം വെളുക്കുന്നവരെ ആ കാട്ടിൽ തന്നെ ഇരുന്നു. കാപ്പിക്കാടാണ്, അവിടെ ഇരുന്നു. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് വണ്ടിയിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റി. സഞ്ജു ദിനേശേട്ടനും കൂടെയാണ് നിരവധി ആളുകൾ, അവരുടെ അയൽക്കാരെ, അവരുടെ പ്രിയപ്പെട്ടവരെ, ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ആളുകളെ അവർ കണ്ടതനുസരിച്ച് വിളിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയവരാണ്. സഞ്ജു അത് ഓർക്കുന്നുണ്ടോ? സമയം ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു പൊട്ടൽ വന്നപ്പോഴത്തേക്ക് അതൊരു വാണിംഗ് പോലെയാണ് ജസ്റ്റ് വന്നത്. അതിൽ പരമാവധി ആൾക്കാരെ മേലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീടിൻ്റെ അവിടെ നിർത്തി. രണ്ടാമതാണ് പിന്നെ ഒരു ഹെവി ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് വന്നു. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ എത്ര കുടുംബങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മൾ രക്ഷപ്പെട്ട് ഏകദേശം ഒരു 50 പേരോളം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മേലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ സാധനം പൊട്ടി വരുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൽ അച്ഛനുണ്ടായിരുന്നു തന്നെ. അപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ മേലേക്ക് ഓടി. ഉറ്റ സുഹൃത്തുക്കളെ അതാണ് ബോഡി വരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കായിരുന്നു ഉണ്ടായത്. നമ്മളെ കൂട്ടുകാരനായിരുന്നു ശ്രീലേഷ്, അതേപോലെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും അച്ഛനൊക്കെ. അച്ഛനൊന്നും വയ്യാത്ത ആളായിരുന്നു. ഇവിടെ ഈ ഭാഗത്താണ് ഉണ്ടായത്. അവരൊന്നും നമുക്കൊന്നും രക്ഷപ്പെടുത്താൻ പോലും പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം നമുക്ക് ഇറങ്ങി പോകാൻ ഉള്ളൊരു ആ ഒരു സാഹചര്യം അല്ലായിരുന്നു ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ വിട്ടുപോയതിൻ്റെ, അവരുടെ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം മുഴുവൻ മണ്ണായി മാറിയതിൻ്റെ ദുഃഖം ആ മനുഷ്യർ പങ്കുവയ്ക്കുകയാണ്. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24.